നമ്പർ 1, നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തലയാണി അടിയിലിടണം, നമ്മൾ കാല് പൊക്കി വെക്കണം, അനങ്ങാണ്ട് കിടക്കണം. പൊക്കി വെച്ചാല് പെട്ടെന്ന് അങ്ങനത്തെ കൺസെപ്റ്റുകൾ. ഇത് കുറെ മിത്സ് ആണ്. തലയാണി വെച്ചെന്നോ അല്ലെങ്കിൽ കാല് പൊക്കി ഒരു ചാൻസസ് ഓഫ് പ്രഗ്നൻസി കൂടത്തില്ല. സെക്കൻഡ് തിങ് ആൾക്കാർ ചോദിക്കുന്നത് നമ്മൾ ഡെയിലി ബന്ധപ്പെടണം. അതിൻ്റെയും ആവശ്യമില്ല. വൺസ് ഇൻ ഓൾട്ടർനേറ്റ് ഡേയ്സ് അല്ലെങ്കിൽ വൺസ് ഇൻ 2 days ആയാലും മതി. പ്രഗ്നൻസിക്കുള്ള ചാൻസ് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, ഈസ് ദർ എ പെർഫെക്റ്റ് ടൈം? നിങ്ങളിപ്പോൾ പ്രഗ്നന്റ് ആവാൻ പ്ലാൻ ചെയ്യുന്ന ഇപ്പോൾ പറയുമല്ലോ ഓവുലേഷന്റെ സമയം ഇന്ന് കറക്റ്റ്, അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രഗ്നന്റ് ആവാൻ ചാൻസ് ഉള്ള സമയം എപ്പോഴാണ്? ടൈം, അതായത് സ്ത്രീകൾക്ക് റെഗുലർ പീരിയഡ്സ് ആണെങ്കിൽ day 10 to day 20. റെഗുലർ പീരിയഡ്സ് ആയിട്ട് 10ാം ദിവസം മുതൽ 20ാം ദിവസം വരെ അല്ലേ? അതെ, അതായത് പീരിയഡ് ആവുന്ന ദിവസം day 1, day 10 to day 20. ഓർത്തിരിക്കാൻ എളുപ്പമാണ് day 10 to day 20. ബിക്കോസ് ഒരു 28 അല്ലെങ്കിൽ 30 day പീരിയഡ് ഉള്ള ഒരു സ്ത്രീക്ക് ഈ ഒരു ടൈമാണ് മോസ്റ്റ് ഫെർട്ടൈൽ. സോ ദാറ്റ് വുഡ് ബി ദ ബെസ്റ്റ് ടൈം ടു ഗെറ്റ് പ്രഗ്നന്റ്.